ഫർണിച്ചർ വിപണന രംഗത്ത് 13 വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ കീർത്തിപ്പടി നിലമ്പൂർ. ഹായ്, നിങ്ങളുടെ പുതിയ ജിമ്മിലേക്കുള്ള ബെസ്റ്റ് ജിം എക്യുപ്മെന്റ്സ് എവിടെ വന്ന് പർച്ചേസ് ചെയ്യണമെന്നുള്ള ആലോചനയിലാണോ? അതോ വീട്ടിൽ സ്വന്തമായിട്ട് വർക്ക്ഔട്ട് ചെയ്യാൻ ഒരു ഹോം ജിം സെറ്റ് ചെയ്യാനുള്ള പ്ലാനിംഗിലാണോ? വെൽനെക്സ് ഫിറ്റ്നസ് എക്യുപ്മെന്റ് സെയിൽസ് ആൻഡ് സർവീസ് നിയർ സിദി ഹാജി സ്റ്റേഡിയം എടവണ്ണ. 1 കിലോയിലധികം ഭാരമുള്ള മാരക ട്യൂമറുമായി നടക്കാൻ പോലും കഴിയാതെ വേദന തിന്ന് ജീവിച്ച തെരുവ് നായ ഒരു കൂട്ടം കാരുണ്യ മനസ്സുകളുടെ ഇടപെടലിൽ ജീവിതത്തിലേക്ക് തിരികെ എത്തി. കരുളായി പഞ്ചായത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ മാസങ്ങളായി അലഞ്ഞു നടന്നിരുന്ന നായക്കാണ് മൃഗസ്നേഹികളുടെയും ജനപ്രതിനിധികളുടെയും ഇടപെടലിലൂടെ പുതുജീവൻ ലഭിച്ചത്. നടക്കാൻ പോലും കഴിയാതെ ശരീരത്തിൽ 1 കിലോയിലധികം ഭാരമുള്ള ട്യൂമറുമായി ജീവൻ നിലനിർത്താൻ പാടുപെട്ടിരുന്ന ഈ നായയുടെ ദുരവസ്ഥ കണ്ട നാട്ടുകാർ പലതവണ സഹായം അഭ്യർത്ഥിച്ചിരുന്നു. തുടർന്ന് നിലമ്പൂരിലെ മൃഗസ്നേഹിയായ ജിജോയുടെ നേതൃത്വത്തിൽ രക്ഷാപ്രവർത്തനം ആരംഭിച്ചു. നിലമ്പൂർ ERF ടീമിലെ നിലമ്പൂർ സ്റ്റേഷൻ പ്രിൻസിപ്പളായ അബ്ദുൽ മജീദ് എന്നെ വിളിച്ചു. ഞങ്ങൾ കേസ് ഉണ്ടോ എന്ന് അറ്റൻഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യാൻ പറഞ്ഞു. ഞാൻ പോയി. ഇവിടെ വന്നപ്പം വളരെ ദയനീയമാണ് ആ ഡോഗിൻ്റെ അവസ്ഥ. ആ ഡോഗിനെ കണ്ടപ്പോൾ എനിക്കൊരു 8 വയസ്സ് പ്രായം ഞാൻ ഊഹിച്ചതാണ്. പിന്നെ ഞങ്ങൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി സ്പോട്ട് ചെയ്തു, ആളെ കണ്ടു. എന്തായാലും നിർബന്ധമായിട്ട് ചെയ്യണം എന്ന് ഞങ്ങൾ ഉറപ്പിച്ചു. സ്വകാര്യ വെറ്റിനറി ക്ലിനിക്കിലെ ഡോക്ടർമാരുടെ നേതൃത്വത്തിൽ ശസ്ത്രക്രിയ നടത്തി ട്യൂമർ പൂർണ്ണമായും നീക്കം ചെയ്തു. ശസ്ത്രക്രിയയ്ക്ക് ശേഷം ഒരാഴ്ചക്കാലം വെള്ളക്കാളിയിലെ സജീവും കുടുംബവും നായയെ സ്വന്തം വീട്ടിൽ പരിപാലിച്ചു. ആവശ്യമായ മരുന്നുകളും പരിചരണവും നൽകി ആരോഗ്യനില മെച്ചപ്പെടുത്തിയ ശേഷമാണ് ഇന്ന് വീണ്ടും അതിനെ സ്വതന്ത്ര ജീവിതത്തിലേക്ക് തിരികെ വിട്ടത്. മാരകമായ ട്യൂമറും കൊണ്ടൊരു പട്ടി കുറേ നാളുകളായി ഇവിടെ ഇങ്ങനെ അലയാൻ തുടങ്ങിയിട്ട് അതിൻ്റെ ബുദ്ധിമുട്ട് കണ്ടിട്ട് ഈ നാട്ടിലെ ചില ആളുകൾ നമ്മളെ നിരന്തരം നമ്മളോട് ഇതിൻ്റെ കാര്യം പറയുന്നുണ്ടായിരുന്നു. നമ്മളും ഇതിൻ്റെ പിറകെ കുറേ പോയതാണ്. അപ്പോഴാണ് നിലമ്പൂരിൽ നിന്ന് ഒരു ജിജോ മൃഗസ്നേഹിയായൊരു ജിജോ പറഞ്ഞ വ്യക്തി വരികയും അദ്ദേഹത്തിൻ്റെ നിർദ്ദേശപ്രകാരമാണ് ഞങ്ങളിപ്പോൾ ഇതിനെ ഓപ്പറേഷൻ ചെയ്ത് ഇതിൻ്റെ ഒരാഴ്ചയായിട്ട് ഇത് കിണറ്റിങ്ങിൽ വെള്ളക്കാലി എന്ന് പറയുന്ന അവിടെ ഹോസ്പിറ്റലിന് സമീപമായിട്ട് അവിടെയായിരുന്നു. ഇന്നിതിന് ഞങ്ങൾ റിലീസ് ചെയ്യുകയാണ്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷീജ കണ്ടങ്ങാമ്പുറത്ത്, വൈസ് പ്രസിഡന്റ് ഉസ്മാൻ എരഞ്ഞിക്കുളവൻ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ TP സിദ്ദിഖ്, സിബി വർഗീസ്, മെമ്പർ രഹന, പഞ്ചായത്ത് സെക്രട്ടറി AG സന്തോഷ്, അസിസ്റ്റന്റ് സെക്രട്ടറി ജയകുമാർ, ചിറ്റങ്ങാടൻ അബു എന്നിവർ സന്നിഹിതരായിരുന്നു. ഡോക്ടർ അജിത്, ചീഫ് സർജൻ ഡോക്ടർ ജിനു ജോൺ, മൃഗസ്നേഹി ജിജോ, സജീവും കുടുംബവും സഹായഹസ്തം നീട്ടിയ നാട്ടുകാരും ചേർന്ന കൂട്ടായ പരിശ്രമമാണ് നായയെ രക്ഷിച്ചത്. ഒരു മാരകമായ ട്യൂമർ രോഗവുമായി ഒരു പട്ടി ഈ പ്രദേശത്ത് കൂടെ അരഞ്ഞു നടക്കുകയായിരുന്നു. അതിൻ്റെ ജീവിതം കണ്ട് മനസ്സലിച്ച് കുറേ ആളുകൾ സർക്കാർ സംവിധാനമൊക്കെ ആലോചിച്ചെങ്കിലും നമ്മുടെ സംവിധാനത്തിൽ ഇപ്പോൾ ഇത് തരത്തിലുള്ളൊരു ചികിത്സക്ക് സംവിധാനം ഇല്ല എന്ന് അറിഞ്ഞതുകൊണ്ട് ഇവിടെ സ്വകാര്യമായി ഹാപ്പി പോസ് എന്ന് പറയുന്ന ഒരു സ്ഥാപനം, ഒരു ക്ലിനിക്ക് ഉണ്ട്. ആ ക്ലിനിക്കിൽ കൊണ്ടുപോയി ചികിത്സയ്ക്കുമായി ബന്ധപ്പെട്ടപ്പോഴാണ് ഒരു കാര്യമായ ഒരു സഹായം എന്നുള്ള നിലക്ക് ജിജോ എന്ന് പറയുന്ന ഒരു മൃഗസ്നേഹിയെ ലഭ്യമാവുകയും അദ്ദേഹം അത് പൂർണ്ണ മനസ്സോടെ ഏറ്റെടുക്കുകയും അങ്ങനെ ഈ പ്രദേശത്തുള്ള ചില കാരുണ്യമുള്ള ചില ആളുകളുടെ സഹായത്തോടു കൂടി യാതൊരു പ്രതിഫലവും വാങ്ങാതെ ഈ ആശുപത്രിയിൽ പോയി ചികിത്സിച്ച് ഓപ്പറേറ്റ് ചെയ്ത് ഏതാണ്ട് 1 കിലോയിലധികം വരുന്ന ട്യൂമർ നീക്കം ചെയ്ത് സമൂഹത്തിന്റെ കരുണയും സഹകരണവും ഒരുമിച്ചാൽ ഒരു ജീവിതം പോലും മാറ്റിമറിക്കാനാകുമെന്നതിന് ഈ രക്ഷാപ്രവർത്തനം മികച്ച മാതൃകയായി മാറുകയാണ്. ന്യൂസ് ബ്യൂറോ, കരുളായി. ഇനി ഷോപ്പിംഗിൽ നിലമ്പൂരിന്റെ യഥാർത്ഥ ഫീലിംഗ്സ്. മികച്ച ഫർണിഷിംഗ് ഉൽപ്പന്നങ്ങൾ ഉപഭോക്താക്കൾക്ക് എത്തിക്കാൻ ഹോമെക്സ് ഫർണിച്ചേഴ്സ് നിങ്ങളുടെ വീട്ടിലേക്ക് ഇണങ്ങിയ പ്രീമിയം കസ്റ്റമൈസ്ഡ് സോഫാസ്, ലിവിംഗ് റൂം ആക്സസറീസ് എന്നിവ നിർമ്മിച്ചു നൽകുന്നു. ഹോമെക്സ് ഫർണിച്ചേഴ്സ്, വടപുറം, നിലമ്പൂർ. Nature's masterpieces crafted in natural diamond jewelry. Malabar Gold and Diamonds presents Nuva, nature's finest creations. Charitra Vivag Bridal Collections by Shobhika Weddings.